നമ്മൾ ഇന്നൊരു മസാല പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ വേണ്ടി ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ അരിപ്പൊടി നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ച അരിപ്പൊടിയാണ്. ഓക്കെ, അപ്പം നമുക്ക് അതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കത് നനച്ചെടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം തളിച്ച് വേണം ഒഴിച്ച് കൊടുക്കാൻ. അധികം വെള്ളമായിപ്പോയാൽ പുട്ടുപൊടി നനയ്ക്കാൻ അറിയാമല്ലോ. നമുക്ക് കുറച്ച് വെള്ളം നനച്ച് കൊടുക്കാം. പുട്ടിനുള്ള പൊടി നമ്മളിവിടെ നനച്ച് വെച്ചു. അപ്പോൾ ഇത് കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ, അടച്ചു വെക്കാം. ഇനി ഇതിന് വേണ്ട മസാല നമുക്ക് റെഡിയാക്കാം. ഞാൻ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു വലിയ സവാള, പിന്നെ ഒരു ചെറിയ സവാള, 2 കാന്താരി, 3-4 ചെറുള്ളി, 2 പീസ് വെളുത്തുള്ളി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണമാണ്. പക്ഷേ ഇത് മൊത്തം നമുക്ക് വേണ്ട കേട്ടോ, കുറച്ച് മതി, പകുതി മതി. നമുക്കിതെല്ലാം അരിഞ്ഞിട്ട് കൊണ്ടുവരാം. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിവാക്കി ഓയിലൊഴിച്ച് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ചെറുള്ളി, 2 വെളുത്തുള്ളി, ലേശം ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക്, 1 കറിവേപ്പില. ഇതിന് ആവശ്യമുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. ഒരു ടൊമാറ്റോയുടെ പകുതി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് 3/4 സ്പൂണ്, 1/2 സ്പൂൺ എരിയുള്ള മുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മീറ്റ് മസാല. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തായിരുന്നു, ലേശം കൂടി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി ഇതിപ്പോൾ ഒരു മെറൂൺ ആയാൽ മതി, കരിഞ്ഞു പോകരുത്. ഞാനൊരു മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് നമുക്ക് അതിനകത്ത് ഇട്ടിട്ട് അത് നമുക്ക് കുത്തിപ്പൊടി ചേർക്കണം അതിനകത്ത്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് റെഡിയാക്കാം. നമുക്കിനി പുട്ടുപൊടി വാരി വെച്ചാലോ? കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ വീണ്ടും പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ മുട്ട മസാല പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. പിന്നെ അതിന് കോമ്പിനേഷനായിട്ട് നമുക്കൊരു കട്ടൻ കാപ്പി. ഓക്കെ, താങ്ക് യു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ.